ഇസ്ലാമിക ആശയങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്ന് ഇമാമിയങ്ങൾ പഠിപ്പിച്ചു തന്നതിനെ ഫോളോ ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം മതം പറയാൻ തുടങ്ങിയാൽ വൈരുദ്ധ്യമുണ്ടാകുക സ്വാഭാവികമാണല്ലോ. ഇമാമിങ്ങളൊന്നും പഠിപ്പിക്കാത്ത ഒരാശയാണ് ബിദ്അത്തിന്റെ മാനദണ്ഡമായി വഹാബികൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതോ ചെയ്യാൻ കൽപ്പിച്ചതോ ആയ കാര്യം അല്ല എങ്കിൽ ഏത് കാര്യവും ബിദ്അത്താണ്. ഈ നിർവചന പ്രകാരം വഹാബികൾ തന്നെ ഒരുപാട് ബിദ്അത്തുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, എല്ലാ വെള്ളിയാഴ്ചയിലും ജുമയുടെ ഖുതുബയിൽ 5 ഫർളുകൾ 5 നിർബന്ധ ഘടകങ്ങൾ ഉൾപ്പെടണമെന്ന് മുജാഹിദുകളും സുന്നികളും എല്ലാവരും പറയുന്നുണ്ട്. 2022 അൽമനാർ ജൂൺ മാസം പേജ് 39 അതിൽ പറയുന്നുണ്ട്, ഖുതുബക്ക് 5 നിർബന്ധ ഘടകങ്ങളുണ്ട്. സത്യവിശ്വാസികളുടെ ഇഹപര നന്മക്കും രോഗശാന്തിക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ചുരുക്കത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കലും പുകയ്ത്തലും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന, ഇങ്ങനെ 5 ഘടകങ്ങളുണ്ട് എന്ന് അൽമനാർ പഠിപ്പിക്കുന്നു. ഇവിടെയാണ് മുജാഹിദിന്റെ ബിദ്അത്തിന്റെ നിർവചനം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാനുള്ളത്, ഈ 5 നിർബന്ധ ഘടകങ്ങൾ ഏത് ഹദീസിലാണുള്ളത്? നിങ്ങൾ അൽമനാറിലും മറ്റു പല പ്രസിദ്ധീകരണങ്ങളിലും ജുമയുടെ ഖുതുബക്ക് 5 നിർബന്ധ ഘടകങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ 5 നിർബന്ധ ഘടകങ്ങളിൽ 2 ഹദീസിൽ വന്നിട്ടില്ല, 3 ഹദീസിൽ വന്നിട്ടുള്ളൂ. സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതും മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതും ഹദീസിൽ വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഖുതുബയിൽ സ്വലാത്ത് ചൊല്ലിയതായോ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായോ രേഖപ്പെട്ടിട്ടില്ല. അങ്ങനെ രേഖപ്പെടാത്ത സ്ഥിതിക്ക് നിങ്ങൾക്കത് ബിദ്അത്താണ് ആവേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതോ ചെയ്യാൻ കൽപ്പിച്ചതോ അല്ലാത്ത കാര്യങ്ങളൊക്കെ ബിദ്അത്താണെന്നല്ലേ, അനാചാരാണെന്നല്ലേ. അപ്പോൾ ഖുതുബയിൽ അത് ദിവസം നിശ്ചയിക്കുന്നുണ്ട്, സമയം നിശ്ചയിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഖുതുബയിൽ ഒരു സ്വലാത്ത്, അതുപോലെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇത് രണ്ടും ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള പ്രമാണം എന്താണ്? പ്രമാണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിക്കണം. ചെയ്ത് കാണിച്ചിട്ടില്ലെങ്കിൽ അത് ബിദ്അത്താണല്ലോ. അതുകൊണ്ടല്ലേ നബിദിനാഘോഷം ബിദ്അത്താണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ കൊണ്ടുവന്ന ബിദ്അത്തിന് നിങ്ങൾ പറയുന്ന ഈ നിർവചനം തെറ്റാണ്. അത് ഇമാമിങ്ങൾക്ക് പരിചയമില്ല, സ്വഹാബത്തിനു പരിചയമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയമില്ല. ഇല്ലാത്ത ഒരു വിഷയം കൊണ്ടുവന്ന് നിങ്ങൾ നന്മയെ മുടക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ ചെയ്യുന്ന ഖുതുബയിൽ നിർബന്ധമാണെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന സ്വലാത്തും ദുആവും ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചതിൻ്റെ ഒരു രേഖ നിങ്ങൾ ഹാജരാക്കണം. ഇല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും നിർബന്ധപൂർവം ബിദ്അത്ത് ചെയ്യുന്നവരാണ് നിങ്ങളുടെ വിശ്വാസപ്രകാരം. അവൻ വർഷത്തിലൊരിക്കൽ നടക്കുന്ന നബിദിനാഘോഷം ബിദ്അത്താണോ അല്ലേ എന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ആഴ്ചയിലും നിർബന്ധപൂർവം ബിദ്അത്ത് ചെയ്യുന്നവരാണ് ഞങ്ങൾ, അതിനെന്ത് തെളിവുണ്ട് എന്നാണ് നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത്.